DSA ഈ മാസം 7-ാം തീയതിയാണ്. ആദ്യ എമൗണ്ട് അടയ്ക്കണം. അടച്ചെങ്കിൽ മാത്രമേ DSA ചെയ്യൂ. ഈ 2 സർജറി കഴിഞ്ഞ ടെസ്റ്റിന് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഇടത് സൈഡിൽ ഇതുപോലെ ചെറുതായിട്ട് വീക്കമുണ്ട്. ഞാൻ നിരന്തരം മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ ഞങ്ങൾ അതിർത്തിയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മസ്തിഷ്ക രോഗത്തിനുള്ള ചികിത്സയ്ക്ക് യുവതി സുമനസുകളുടെ സഹായം തേടുന്നു. രജനിയാണ് ജീവൻ നിലനിർത്താൻ ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. സെപ്റ്റംബറിലാണ് തലച്ചോറിൽ രക്തധമനി പൊട്ടിയതിനെ തുടർന്ന് രജി ബോധം കെട്ടുവീണത്. ശ്രീചിത്രയിൽ വെച്ച് ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തു. 12 ദിവസം അബോധാവസ്ഥയിൽ കിടക്കുകയും ചെയ്തു. പരിശോധനകളെ തുടർന്ന് വീണ്ടും ഒരു ഓപ്പറേഷൻ കൂടി വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഒക്ടോബറിൽ വീണ്ടും ഓപ്പറേഷൻ നടത്തി. തുടർന്ന് നടന്ന പരിശോധനയിൽ ഇനിയും ഒരു ഓപ്പറേഷൻ കൂടി വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ മാസം 7-ന് അഡ്മിഷൻ എടുക്കണം. എന്നാൽ 2 ഓപ്പറേഷനുകൾ വരെ കൂടെ നിന്ന ഭർത്താവ് വീണ്ടും ഓപ്പറേഷൻ വേണമെന്നറിഞ്ഞതോടെ 7 വയസ്സുള്ള മകളെയും തന്നെയും ഉപേക്ഷിച്ച് പോയെന്ന് രജി പറയുന്നു. വൃക്കരോഗത്തിന് ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് ഇപ്പോൾ രജിയും കുഞ്ഞും. 5 ലക്ഷത്തിലധികം രൂപയാണ് ഓപ്പറേഷന് വേണ്ടത്. 7 വർഷം മുമ്പെടുത്ത ലോണിൽ വീട് ജപ്തി ഭീഷണിയിലാണ്. നിർമ്മാണ തൊഴിലാളിയായിരുന്ന അച്ഛനൊപ്പം പണിയെടുത്തിരുന്നവരുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ വീട് ചെലവുകൾ പോലും നടന്നു പോകുന്നത്. നാട്ടുകാരും സഹായിക്കുന്നുണ്ട്. മകളെയും ഭർത്താവിനെയും രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് രജിയുടെ അമ്മ. നമ്മുടെ നാട്ടുകാരായ ഇവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് ചെയ്യാം. എൻ്റെ പേര് രജിയാണ്. എനിക്ക് അസുഖം വന്നിട്ട് ഒരുപാട് നാളായി. പക്ഷേ കഴിഞ്ഞ ഈ സെപ്റ്റംബർ 26-ാം തീയതിയാണ് തലകറങ്ങി വീണ് ബാത്റൂമിൽ വീണതും. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എടുത്തില്ല. അവർ റെഫർ ചെയ്ത് ചിത്രയിലോട്ടാണ് വിട്ടത്. അവിടെ സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഞരമ്പ് രക്തധമനികൾ പൊട്ടി തലച്ചോറിലെല്ലാം കലർന്ന്. അങ്ങനെ സർജറി കഴിഞ്ഞ് ഒരു 12 ദിവസം അവിടെ കിടന്നു. 12 ദിവസം ബോധമില്ലാതെ കിടന്ന്. 12-ാം തീയതി സെപ്റ്റംബർ 12-ാം തീയതിയാണ് ഡിസ്ചാർജ് ആയത് തന്നെ. അത് കഴിഞ്ഞ് ഒക്ടോബറിൽ വീണ്ടും ഈ ഒരു സൈഡ് എല്ലിൻ്റെ ഒരു സൈഡ് വീണ്ടും പഴുത്ത് വീണ്ടും സർജറി ചെയ്ത് രണ്ടാമത് ഈ സൈഡിലെ എല്ല് എടുത്ത് മാറ്റേണ്ടി വന്ന്. ഈ 2 സർജറി കഴിഞ്ഞ ടെസ്റ്റിന് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഇടത് സൈഡിൽ ഇതുപോലെ ചെറുതായിട്ട് വീക്കമുണ്ട്, അത് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ഡേറ്റൊക്കെ ഇട്ട് തന്നായിരുന്നു. സർജറി ചെയ്യണം എന്ന് പറഞ്ഞതോടെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പോയി. എന്നെ മോളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി. ഇനി എനിക്ക് സർജറി ചെയ്യാൻ ഒരു നിവർത്തിയില്ല. ഈ DSAക്കും ഈ സർജറിക്കും എല്ലാം കൂടി തന്നെ 5 ലക്ഷം രൂപ വേണം. അത് ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല. അച്ഛനെ തന്നെ ഇപ്പോൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അമ്മയും അച്ഛനും എൻ്റെ മോള് മാത്രം തന്നെ ഉള്ളത്. വീട് ജപ്തിയായി കിടക്കുകയാണ്. കല്യാണത്തിന് വേണ്ടി സ്വർണം വച്ചതാണ്, ഇത് ബാങ്കിൽ വെച്ചതാണ് പ്രമാണം. അങ്ങനെ അത് അടച്ചുകൊണ്ടിരുന്നത് എന്നെ അച്ഛൻ. അപ്പോഴത്തേക്ക് അച്ഛന് 3 പ്രാവശ്യം അറ്റാക്ക് വന്ന്. ഇപ്പോൾ അറ്റാക്കിൻ്റെ ഇത് പരിശോധിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് 2 കിഡ്നിയും കംപ്ലൈൻ്റായി. ഇപ്പോൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിലാണ് എനിക്ക് വയ്യാതായത്. 2 സർജറി കഴിഞ്ഞ് ഇനി അടുത്ത സർജറിക്ക് ഒരു നിവർത്തിയുമില്ല. അത് നാട്ടുകാരൊക്കെയാണ് ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ. ഒരുപാട് സംഘടനയിൽ ഞങ്ങൾ എഴുതി കൊടുത്തു പേപ്പറൊക്കെ. അത് നാട്ടുകാരും മാമനും എല്ലാവരും കൂടി തന്നെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. സർജറിക്കുള്ള എന്തായാലും ഇത്രയും എമൗണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു നിവർത്തി. DSA ഈ മാസം 7-ാം തീയതിയാണ്. ആദ്യ എമൗണ്ട് അടയ്ക്കണം. അടച്ചെങ്കിൽ മാത്രമേ DSA ചെയ്യൂ. DSAക്ക് തന്നെ 2 ലക്ഷം രൂപ വേണം. അത് കഴിഞ്ഞുള്ള സർജറിക്ക് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഡോക്ടർ ഇനിയേ പറയുള്ളൂ എത്രയാണെന്ന്. മൊത്തം എമൗണ്ട് 5 ലക്ഷം അടുപ്പിച്ച് വേണം. ഹസ്ബൻഡായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പോൾ ഈ 2 സർജറിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ 3ാമത്തെ സർജറി പറഞ്ഞതോടെ ഞാൻ എന്നെ ഒരു വീട്ടിൽ വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് നിരന്തരം മാനസികമായിട്ട് പീഡിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ മാമൻ്റെ മോനും വല്യമ്മയുടെ മോനും എല്ലാവരും കൂടി വന്നാണ് എന്നെ വിളിച്ചിറക്കി കൊണ്ടുകൂടെ വന്നത്, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. അസുഖത്തിൻ്റെ പേരിൽ മാത്രമല്ല, 2ാമത്തെ സർജറിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ഉരുപ്പടി തന്നെയാണ് ഇയാൾ വിറ്റ് സർജറി ചെയ്തത്. എന്നിട്ട് പറയണമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും കൊടുത്തില്ല അവർക്ക് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഇപ്പം ഗൾഫിലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ആൾ ഇവിടുന്ന് സ്ഥലം വിട്ടത്. ഞാൻ നിരന്തരം മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ ഞങ്ങൾ അതിർത്തിയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൂന്തുറ
പെറ്റീഷൻ കൊടുത്തായിരുന്നു. അങ്ങനെ അവിടുത്തെ സാറുമാർ പറഞ്ഞ് സർജറി ചെയ്യാതെ ഒരിടം പോകാനൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇല്ല സർജറിയൊക്കെ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് രാഖി രാമാൻ ഇവിടെ നിന്ന് പൊക്കളഞ്ഞു. അവരാണ് ഇതിന് ഞങ്ങളെ ഈ തമ്മിൽ പിരിക്കാനേ അവരെ വീട്ടുകാരാണ് മെയിനായിട്ട് നിന്നത്. അവര് ഈ പോയതിനു ശേഷം ഞാനായിട്ട് കോണ്ടാക്റ്റില്ല. അതിന് മുമ്പേ ഈ ഞാൻ വീണതിന് ശേഷം ഈ സഹോദരിയെ വീട്ടിൽ ചെന്നാണ് ആഹാരമൊക്കെ കഴിക്കണതും എല്ലാം. അവിടെ പോയിട്ട് വരുമ്പോഴാണ് ഇയാളെ സ്വഭാവം മാറുന്നത്. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. വന്നതിന് ശേഷമാണ് പിന്നെ എൻ്റെ മെക്കിട്ട് കയറണത് തന്നെ. അടിക്കും. ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എന്നെ 2-3 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് ക്ലാസ് നടക്കുന്നത് തന്നെ. ടീച്ചർ എൻ്റെ ഫോണിനെല്ലാം അടിച്ച് പൊട്ടിച്ചളഞ്ഞു. വീട്ടുകാരായിട്ട് കോണ്ടാക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഫോണൊക്കെ അടിച്ച് പൊട്ടിച്ച്. അപ്പം മോൾക്ക് ക്ലാസ് ഒന്നും നടക്കണതേ ഇല്ല. 6-ാം തീയതി കൊറോണ ടെസ്റ്റും കഴിഞ്ഞ് കൊറോണ ഇല്ല എങ്കിൽ 7-ാം തീയതി അഡ്മിറ്റ് ആവാൻ പോകണം. അതിന് ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരെ എനിക്ക് ഇതിനു വേണ്ടി, പക്ഷേ അത്രയും എമൗണ്ട് ആയിട്ടില്ല. അവിടെ കൊടുക്കാനുള്ള എമൗണ്ട് ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എൻ്റെ സ്വർണ്ണമല്ല അയാളെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് എടുത്ത് തന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് പോലും അയാൾ കേട്ടില്ല. എന്നെ വിളിച്ചിട്ടുള്ളപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗൾഫിൽ പോയി എന്ന് പറഞ്ഞ്. കഴിഞ്ഞ 31-ാം തീയതി വരെ വീട്ടിലുണ്ടായിരുന്നു. അയാൾ അവിടെ ചെന്നിട്ടാണ് എന്നെ വിളിക്കണത് ഞാൻ ഗൾഫിൽ എത്തിയെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു എങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ട, എന്നോട് സംസാരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത്. ഇല്ല, ഇതിന് മുമ്പേ എനിക്ക് സുഖമില്ലാതെ ആവണതിന് മുമ്പേ ഒരുപാട് ഗൾഫിൽ നിന്ന് ഓഫർ വന്നിട്ട് ഞാൻ പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല. എനിക്ക് ഗൾഫിൽ പോകണ്ട, ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് കുറയുമായിരുന്നു. ഇപ്പം എനിക്ക് വയ്യാതായപ്പം ഇട്ടിട്ട് പൊക്കളഞ്ഞു. അത് ഒരു 3-4 വർഷം മുമ്പേ അറ്റാക്ക് വന്നു. 3 പ്രാവശ്യം അറ്റാക്ക് വന്ന് മെഡിക്കൽ കോളേജിലൊക്കെ കിടക്കുന്നു. അതിപ്പോൾ കഴിഞ്ഞ വർഷം ബോധം കൊണ്ട് വീഴുന്നു പോയപ്പോഴാണ് 2 കിഡ്നിയും പ്രോബ്ലമായി. 1 വർഷം ചികിത്സയിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ബോധം കൊണ്ട് വീഴുന്നു കൊണ്ടുപോയപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന 2 കിഡ്നി നഷ്ടപ്പെട്ട്. ഇപ്പം അടിയന്തരമായിട്ട് 8 ഡയാലിസിസ് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ ചെയ്ത് തീർന്നു. ഇനിയും പ്രൈവറ്റായിട്ട് സർക്കാർ ആശുപത്രി ഇനി ഇല്ല, പ്രൈവറ്റായിട്ട് പോകണം. ആഴ്ചയിൽ 2 എണ്ണം ചെയ്യണം. ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു മാസം ആഴ്ചയിൽ 3000 രൂപ തന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണം. പിന്നെ ഗുളികയ്ക്ക്, പിന്നെ മറ്റുള്ള ചിലവ് എല്ലാം കൊണ്ടും അവളെ ചികിത്സ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. വീടിൻ്റെ അവസ്ഥയും അങ്ങനെ ആയിരിക്കുകയാണ്. അവൾക്ക് തന്നെ 5 ലക്ഷത്തോളം രൂപ വേണം. അത് വച്ചിട്ട് 7 വർഷമായി. അത് അടച്ചിട്ട് 5.5 വർഷമായപ്പോൾ ജപ്തി നോട്ടീസ് വന്നായിരുന്നു. അത് ഞങ്ങൾ കൊണ്ടുപോയി പുതുക്കി എഴുതി വീണ്ടും വച്ചിട്ട് 2 മാസം 3000 രൂപ അടച്ചപ്പോഴത്തേക്ക് ഇവർ വീണ്ടും കഴിഞ്ഞ ഫെബ്രുവരിയിൽ വയ്യാതെ വീഴുന്നതിന് ശേഷം പിന്നെ ഇതുവരെ അടച്ചിട്ടില്ല. 1 വർഷമായി അടയ്ക്കാതെ വീണ്ടും കിടക്കുകയാണ്. ബാങ്കിൽ നിന്ന് അന്ന് ഞങ്ങൾക്ക് ജപ്തി നടപടി വന്നപ്പോഴത്തേക്ക് 55,000 രൂപ പലിശ ഉൾപ്പെടെ അടയ്ക്കെഴുതിയെന്നും ഞങ്ങൾ സുഖമില്ലാത്ത അന്ന് അറ്റാക്കായിരുന്നു. അതിൻ്റെ പേപ്പറും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് കൊടുത്തിട്ടൊന്നും ഒന്നും തീർപ്പിനെ കുറിച്ച് ഞങ്ങൾ 55,000 രൂപ പലിശ ഒരു ചിട്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് അടച്ചാണ് ജപ്തി. അതിൽ നിന്ന് ഒഴിവാക്കി പ്രമാണം പുതുക്കി എഴുതി വെച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് വീണ്ടും വയ്യാതായി, വീണ്ടും അടയ്ക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. ഇനി നമുക്ക് ബാങ്കിൽ സുഖമില്ലാത്ത പേപ്പർ കാണിച്ചിട്ട് പോലും അവിടുന്ന് ഒന്നും നമുക്ക് നീതി കിട്ടിയിട്ടില്ല. അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 55,000 രൂപ അടച്ച് 60,000 രൂപയിൽ 5,000 രൂപയാണ് അവിടെ നിന്ന് ഇളവ് ഞങ്ങൾ തന്നത്. വീണ്ടും ജപ്തിയാവാറായി കിടക്കണം. 1 വർഷമായി അടച്ചിട്ട് 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പലിശ ഉൾപ്പെടെ 6 വർഷം വരെ അടച്ചുകൊണ്ടിരുന്നു. അടയ്ക്കാതിരുന്നിരുന്നു. അത്രയും പലിശ അടച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും 1 ലക്ഷം രൂപ അടയ്ക്കണം. 9,55,000 രൂപ അടയ്ക്കണം. 55,000 രൂപ പലിശ അടച്ചിട്ടാണ് ഞങ്ങൾ പുതുക്കി വെച്ചത്. ഇപ്പോൾ വീണ്ടും അതിപ്പോൾ 1.5 ലക്ഷത്തോളം ആയി തോന്നുന്നു. 1 വർഷം കഴിഞ്ഞ് അടയ്ക്കാതായിട്ട്. അതിനെ ഒന്ന് അടയ്ക്കാൻ പറ്റുമെന്നുള്ളതൊന്നും അറിഞ്ഞൂടെ. ഞങ്ങളിനിപ്പോൾ ഓരോരുത്തരുടെ കാരണത്തിലാണ് കഴിഞ്ഞു പോണത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്കുള്ള എഴുതി കൊടുത്തിട്ട് 4 മാസമായി. ഇതുവരെ ഒന്നും അനുവദിച്ച് വന്നിട്ടില്ല. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആനുകൂല്യമൊന്നും തന്നിട്ടില്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോയില്ലായിരുന്നു. ഇവർക്ക് മാത്രം സർജറി കഴിഞ്ഞപ്പോൾ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെയും കിട്ടിയില്ല. അതും വല്ലതും കിട്ടിയെങ്കിൽ ഇതിൻ്റെ കൂട്ടത്ത് അവളെ സർജറിക്ക് ഉപയോഗിക്കാൻ, അതും ഇതുവരെ ഒന്നും ആയില്ല. അത് 8 വർഷം മുമ്പ് അവന് ഒരു പ്രശ്നകാരണമായിട്ടൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അവൾ
അബോധാവസ്ഥയിൽ വീഴുന്നതിന് ശേഷമാണ് 2 സർജറി കഴിഞ്ഞ് രണ്ടാമത്തെ ആദ്യത്തെ സർജറിക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങളെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവളെ കഴിച്ച് സ്വർണ്ണവും അവൻ വിറ്റിട്ടുണ്ട്. എന്നിട്ടും രണ്ടാമത്തെ സർജറി ഇൻഫെക്ഷനായി പഴുത്തത് ഞങ്ങൾ മുഖാന്തരമാണെന്നുള്ള പ്രശ്നമായി. പിന്നെ ഞങ്ങൾ സർജറിക്ക് പൈസ കൊടുത്തില്ലെന്നുള്ളത് അവളെ മാനസികമായി ടോർച്ചർ ചെയ്ത് വാടക വീടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരിങ്ങനെ സന്ദർശകർ വന്നാണ് പഴുത്തെന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പിന്നീട് അവിടെ എന്തൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായി. ഞങ്ങൾ കഴിച്ചു കൊടുത്തില്ല, ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ നിവർത്തിയില്ലായിരുന്നു. അങ്ങനെ അവൾ നിരന്തരം പ്രശ്നങ്ങളായപ്പോഴത്തേക്ക് പിന്നെ അവൾക്ക് കുഞ്ഞ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൂടെ ബാത്റൂമൊന്നും ഇല്ലാതെ അവൾക്ക് വീണ്ടും ഇൻഫെക്ഷൻ ആവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ 5-6 പേരായിട്ട് എൻ്റെ സഹോദരനെല്ലാം കൂടെ ചേർന്ന് ഒരു ബാത്റൂം ശരിയായി എടുത്തു തന്നാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നീട് പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്ത് 2 പ്രാവശ്യം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നീതിയൊന്നും കിട്ടിയില്ലായിരുന്നു. അവൻ അങ്ങനെ നിന്നിട്ട് ഒരു ദിവസം ഗൾഫിൽ പറയാതെ പോയിട്ടാണ് അവളെ വിളിച്ചിട്ട് ഞാൻ ഗൾഫിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പിന്നെ വിളിക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം അവളടുത്ത് പറഞ്ഞ് വീട്ടിൽ നിന്ന് ആരെ വരും, ആ കൊച്ചിനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ വിട്ടുകൊടുത്തില്ല. അതിനുശേഷം ഇതുവരെ വിളിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ സർജറിക്കാരെ അവൻ്റെ അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇങ്ങനെ നാട്ടുകാരടുത്തും ഓരോ സംഘടനയുടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് പറഞ്ഞു. ഒരു 7 വയസ്സായ കൊച്ചില്ലേ, ഞങ്ങളടുത്ത് ചോദിക്കുക, അവൻ്റെ വീട്ടുകാർ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നാട്ടുകാരുടെ സംഘടനയുടെ അടുത്ത് ചോദിച്ചാണ് അവളെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയില്ല. അന്ന് കൊറോണ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ എത്ര ദിവസം കിടക്കേണ്ടി വരും, അത്ര അതിൻ്റെ എമൗണ്ട് അതൊന്നും ഡോക്ടർമാർക്ക് പോലും പറയില്ല. അവർ ഒരു എമൗണ്ട് പറഞ്ഞ് എന്തായാലും 5 ലക്ഷത്തിനകത്താവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ BSc കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഏപ്രിലിലാണ് പിന്നെ 4 സർജറി വെച്ചിരിക്കുന്നത്. അതിന് നല്ലൊരു എമൗണ്ട് വേണം. അതിൻ്റെ ഇടയിൽ ഈ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കണം, എവളെ ആശുപത്രിയിലും അന്വേഷിക്കണം. ഒരു പിടിയില്ല. നമ്മളതങ്ങനെ ഇരിക്കണ അവളെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവളെ കാര്യത്തിന് സമാധാനം ആകാമെന്ന് വിചാരിച്ച് പിന്നെ ഇവര് ഓരോരുത്തരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം. അത് തന്നെ ഞങ്ങളങ്ങനെ കൊണ്ടുപോകണത്. അത് നമുക്ക് വരുമാനത്തിന് വേറെ ആരും ഇല്ല, സഹായിക്കാനായിട്ടും ആരുമില്ല. പിന്നെ എൻ്റെ ഒരു സഹോദരൻ ചിലപ്പം വരും. അല്ലാതെ നാട്ടുകാരെ ആരെങ്കിലുമൊക്കെ ഇവരെ കൂടെ ജോലി ചെയ്ത പയ്യന്മാരൊക്കെ കൂടെ കൊടുക്കുന്നു പൈസകൾ. കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു, കെട്ടിട പണിയായിരുന്നു കെട്ടിടം. ഇപ്പോൾ 1 വർഷത്തിന് താഴോട്ട് കുറച്ച് ചെറുതായിട്ടൊക്കെ പോയി ജോലി സ്ഥലത്തൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പൊ ഡയാലിസിസ് തുടങ്ങിയതിന് ശേഷം പിന്നെ ഒന്നും പോകാൻ വയ്യ, തീരെ പിന്നെ പോകാൻ പറ്റില്ല. ഇല്ലാതെ പൊടിയൊക്കെ ഇൻഫെക്ഷനായി കഴുത്തിലാണ് നീഡിൽ വെച്ചിരിക്കുന്നത്. ഇനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നീഡിൽ വയ്ക്കണം, കയ്യിൽ വയ്ക്കണമെന്ന് പറഞ്ഞു. അവിടെ പറ്റിയില്ലെങ്കിൽ ചിത്രയിലത്തേക്ക് എഴുതി വിട്ടിരിക്കുന്നു ഇവർക്കും കയ്യിൽ നീഡ് വയ്ക്കണമെന്ന്. ഡയാലിസിന് 3 മാസം കഴിഞ്ഞാൽ കയ്യിലേ വയ്ക്കുള്ളൂ ഡയാലിസിസ്. അപ്പോഴത്തേക്ക് സൂചി വയ്ക്കാൻ കൊണ്ടുപോകണം. മെഡിക്കൽ കോളേജിൽ പറ്റിയെങ്കിൽ ചിത്രയിലത്തേക്ക് എഴുതി തന്നിരിക്കണം. അതിന് ഞങ്ങൾ എവിടെ പോകും? ഇപ്പോഴാണ് 3 മാസമായാൾ റേഷൻ കാർഡ് മാറി കിട്ടിയിട്ട്, അതുവരെ നീല കാർഡായിരുന്നു. അങ്ങനെ ആനുകൂല്യം ഇല്ലാതിരുന്നു. ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് കാർഡ് തന്നെ നമുക്ക് ചുവപ്പ് കാർഡായത് തന്നെ. ചികിത്സാ കാർഡുണ്ട്. അത് ഇവർ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് അത് തന്നെയാണ് നമുക്ക് ഉപയോഗിച്ചത്. അവർക്ക് അവിടെ അതൊന്നും സ്വീകരിക്കില്ല, ചിത്രയിൽ അതൊന്നും എടുക്കില്ല. എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോളെ എൻ്റെ ഭർത്താവിന് ഉള്ള ചികിത്സയ്ക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായം ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇനി പറയാനുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ.